കോഴിക്കോട് കുന്നമംഗലത്തെ കമ്മാണ്ടിക്കടവ് പാലം ശോചനീയാവസ്ഥയിൽ തുടരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുമ്പോഴും പരിഹാരം അകലെ. കുന്നമംഗലം ചാത്തമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കഴിഞ്ഞ പ്രളയകാലത്താണ് തകർന്നത്. കൈവരി പോലുമില്ലാത്ത പാലത്തിലൂടെ സാഹസികമായാണ് പ്രദേശവാസികളുടെ യാത്ര. പാലം പുനർനിർമ്മിച്ചു തരണമെന്നാണ് ഇവരുടെ ആവശ്യം. കുന്നമംഗലം ചാത്തമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കമ്മാണ്ടിക്കടവ് പാലം യാഥാർത്ഥ്യമായത് 15 വർഷം മുമ്പാണ്. ഏറെ നാളായുള്ള പാലം എന്ന ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലായിരുന്നു പ്രദേശവാസികൾ. എന്നാൽ ഇപ്പോൾ ഇവർക്ക് പറയാനുള്ളത് മുൻപുണ്ടായിരുന്ന തോണിയായിരുന്നു പാലത്തേക്കാൾ ഭേദമെന്നാണ്. കാരണം 2018-ലെ പ്രളയത്തിന് ശേഷം ശോചനീയാവസ്ഥയിലായ പാലത്തിലൂടെ ജീവൻ പണയം വെച്ചാണ് ഇവരുടെ യാത്ര. പിലാശ്ശേരി, പൊയ്യ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവരാണ് പ്രധാനമായും പാലത്തെ ആശ്രയിക്കുന്നത്. കുന്നമംഗലം പഞ്ചായത്തിലുള്ളവർക്ക് ചാത്തമംഗലത്തെ സ്കൂളിലേക്കും ആശുപത്രിയിലേക്കുമെല്ലാം എളുപ്പമെത്താൻ ആകെയുള്ള ആശ്രയം ഈ പാലമാണ്. ഇവിടെ ചാത്തമംഗലം പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി സ്കൂള്, അതേപോലെ തന്നെ ചാത്തമംഗലം പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള KMCT മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇതിനെ ആശ്രയിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവിടേക്ക് പോകുന്ന വിദ്യാർത്ഥികളും വൃദ്ധരുമായിട്ടുള്ള ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഈ കൈവരി കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ നശിച്ചു പോയിട്ടുള്ള കൈവരി ഇതുവരെ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അധികാരികളും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ ദിനംപ്രതി സഞ്ചരിക്കുന്ന പാലത്തിന് കൈവരിയുമില്ല. ഒരു വർഷത്തോളം ഇതിൻ്റെ കൈവരികൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തകർന്നതാണ്. നന്നാക്കാതെ യാത്രക്കാർക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ഒക്കെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ കിടക്കുന്നത്. പാലത്തിനടിയിലെ പൈപ്പിനിടയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് പുഴ ഗതി മാറി ഒഴുകുന്ന അവസ്ഥയിലാണ്. പാലം പുനർനിർമ്മിക്കാനുള്ള ആവശ്യവുമായി കുന്നമംഗലം പഞ്ചായത്തിനെ പലതവണ സമീപിച്ചെങ്കിലും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. പലവട്ടം പഞ്ചായത്തിനോടും മറ്റുള്ള അധികാരികളോടും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു മനുഷ്യജീവന് തീരെ വിലയില്ലാത്ത രീതിയിലുള്ള ഒരു നിഗമനമാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏത് നിമിഷവും അപകടം സംഭവിക്കാൻ പാകത്തിലാണ് ഈ പാലമുള്ളത്. അപകടം ഉണ്ടായതിനു ശേഷമുള്ള പരിഹാരമല്ല പ്രദേശവാസികൾക്ക് ആവശ്യം, അതിന് മുൻപാണ്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. നവകേരള സദസ്സിൽ പരാതി നൽകിയ ശേഷം മണ്ണ് പരിശോധനയ്ക്ക് 3 ലക്ഷം രൂപ അനുവദിക്കുകയല്ലാതെ വേറൊരു നടപടിയും കുന്നമംഗലം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് ചാത്തമംഗലം പഞ്ചായത്ത് മുൻ മെമ്പർ നാരായണൻ നമ്പൂതിരി പറഞ്ഞു. ഒരു 50-60 വർഷത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഒരു 15 വർഷം മുന്നേ യാഥാർത്ഥ്യമായത്. പക്ഷേ യാഥാർത്ഥ്യമായി എന്നല്ലാതെ അതിൻ്റെ ഉപയോഗം ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ നിർമ്മാണത്തിലെ അപാകത, അന്ന് ജനങ്ങളും എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാരും ഈ ബെൻഡ് പൈപ്പിൻ്റെ പാലം ഒരു പ്രാവർത്തികമാണ് അല്ല എന്ന് പറഞ്ഞതാണ് NIT പോലുള്ള സാങ്കേതിക വിദഗ്ധർ. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് അന്ന് ഇത് ഉദ്ഘാടനം കഴിച്ചത്. അതിനുശേഷം കൈവരികൾ തകർന്നു. രണ്ടാമത് ഒരു ഫണ്ട് വെച്ചു. ഏകദേശം പുഴയുടെ പരിസര പ്രദേശങ്ങൾ ഒലിച്ചുപോയി. 1.5 കോടി രൂപയോളം അത് ചെലവഴിച്ചു. എന്നാലും പാലത്തിൻ്റെ പൂർണ്ണമായി ഗതാഗത യോഗ്യമാക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കൊട്ടിഘോഷിച്ച നവകേരള സദസ്സിൽ ഇതിൻ്റെ ജനങ്ങളുടെ ഒരു പരാതി പരിഗണിക്കുകയും പാലം അനുവദിക്കുന്നതിന് പകരം ഒരു 3.5 ലക്ഷം രൂപ മണ്ണ് പരിശോധനയ്ക്ക് അനുവദിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി അതിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം അടുത്ത ഇലക്ഷൻ വരികയാണ്. അപ്പം വോട്ട് പിടിക്കാനുള്ള മാറി മാറി വന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ശ്രമം മാത്രമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, പല ഭാഗങ്ങളും അടർന്നു നിൽക്കുന്നു, കൈവരിയില്ല, പാലം വലിയ അപകട ഭീഷണിയിൽ തുടരുമ്പോഴും എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത്? നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണ് പരിശോധനയ്ക്ക് 3 ലക്ഷം രൂപ നൽകിയതല്ലാതെ മറ്റ് യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ കുന്നമംഗലം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. നമുക്ക് ഈ കണ്ട കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. കാരണം എത്ര അപകടാവസ്ഥയിലാണ് പാലമുള്ളതെന്ന്. പാലത്തിൻ്റെ അടിയിലെ ഭിത്തികളെല്ലാം അടർന്നു വീഴാൻ പാകത്തിലാണ്. അതേപോലെ കൈവരിയിലില്ല. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ കടന്നു പോകുന്ന ഈ പാലത്തിൻ്റെ അവസ്ഥ ഇത്രമാത്രം ദയനീയമായ അവസ്ഥയായിട്ടും പഞ്ചായത്ത് എന്തുകൊണ്ട് ഇടപെടുന്നില്ല, ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇവരുടെ നേതൃത്വത്തിൽ, അതായത് BJPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ ഒരു പ്രതിഷേധവും ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്നിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പിലാശ്ശേരി ഭാഗത്തുള്ളവരെ സംബന്ധിച്ചെല്ലാം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ചാത്തമംഗലം. അവർ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന ഇടമാണ് ചാത്തമംഗലം. അവിടേക്ക് പോകാൻ അവരെ സംബന്ധിച്ച് ആകെയുള്ളൊരു പാലമാണിത്. ഈ പാലത്തിൻ്റെ അവസ്ഥയാണ് ഇങ്ങനെയുള്ളത്. ഈ ഒരു രാവിലെ 9 മണി സമയത്തെല്ലാം വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് പാലത്തിൽ അനുഭവപ്പെടുന്നത്. സ്കൂൾ കുട്ടികൾ പോകുന്ന സമയമാണ്. അത്തരമൊരു സമയത്ത് ഒരു വാഹനം വന്നാൽ മാറി നിൽക്കാൻ പോലുമുള്ള ഇടം ഈ ഒരു പാലത്തിലില്ല. കുട്ടികൾ മാറി നിന്നാൽ പുഴയിലേക്ക് വീഴുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ശാശ്വത പരിഹാരം വേണം എന്നുള്ള കാര്യം പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പാലം പുനർനിർമ്മിച്ച് നൽകണമെന്ന് തന്നെയാണ്.